അറിയാം, ഒരു ഭരണാധികാരി ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ സാമൂഹികമായ ഒരു അസമത്വം നിലനിൽക്കുന്നു, നീതി നിഷേധം വരുന്നു, പരാതികൾ വരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഭരണാധികാരിക്ക് ഇടപെടാം. അതിപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും അത് പരിഹരിക്കാൻ. പക്ഷേ ഇവിടെ ശിവഗിരി മഠത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്വാമി, അദ്ദേഹത്തിന് ഇത് പറയാൻ അവകാശമുണ്ട്, അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ അതിനെ പിന്തുണയ്ക്കുന്നു. അത്തരം മാറ്റങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് പിന്നീട് എത്ര സംഘടനകളുടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാറിൻ്റെ പോലും എതിരഭിപ്രായം ഏറ്റുവാങ്ങേണ്ട പശ്ചാത്തലം ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യം ഒരുക്കിയതിൽ മുഖ്യമന്ത്രി തന്നെയല്ലേ കുറ്റക്കാരൻ? നോക്ക്, നമ്മളിതിൻ്റെ നാൾ വഴിയിലേക്ക് തിരികെ പോയാൽ ശിവഗിരി മഠത്തിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ആ മഠത്തിൻ്റെ സർവ അധികാരിയുമായ ഒരു സ്വാമി പറയുന്നു, ശ്രീനാരായണീയരുടെ ചില ക്ഷേത്രങ്ങളിൽ ഷട്ടൂരി കയറുന്ന ഒരു വ്യവസ്ഥതയുണ്ട്, അത് മാറ്റപ്പെടേണ്ടതല്ലേ എന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ആ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അതിനോട് അനുകൂലിച്ച് മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, മഠാധിപതി പറഞ്ഞ കാര്യം ശരിയായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പറയുന്ന പൊതുസമൂഹം ഈ മഠാധിപതിക്കെതിരെ തിരിയുന്നില്ല? ആരും തിരിഞ്ഞ് നമ്മൾ കണ്ടില്ല. NSSന്റെ പ്രസിഡന്റ് മാത്രമേ ആ തരത്തിലൊരു ഒരു അഭിപ്രായം ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. ഞാൻ മറ്റു കാര്യം ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ അങ്ങനെ തീരുമാനിച്ചില്ലല്ലോ. ഞങ്ങളൊരു നയം വ്യക്തമാക്കിയോ? അല്ലെങ്കിൽ ഞങ്ങൾ അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ആകാവൂ എന്ന് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഒരു പരിപാടിയിൽ തന്നെ ക്ഷണിച്ച ഒരു പരിപാടിയിൽ അവിടുത്തെ മുഖ്യ ആളായ വ്യക്തി പറഞ്ഞ അഭിപ്രായത്തോട് സമരസപ്പെടുകയേ ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി. അല്ല, അത് ഈ സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ, ആചാരപരമായ വിഷയമാണെങ്കിൽ, വിശ്വാസികളെ അത് ഈ പറഞ്ഞതുപോലെ സ്വാധീനിക്കുന്ന വിഷയമാണെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ ഒന്ന് ആലോചിക്കണം. അത് നേരത്തെ നമുക്കറിയാം, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ, വിശ്വാസപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് പുലിവാല് പിടിച്ചിട്ടുള്ള ഒരു കക്ഷിയുടെയാണ് CPM അല്ലെങ്കിൽ പിണറായി സർക്കാർ പല അവസരങ്ങളിലും. ഇപ്പോൾ ഇവിടെയും ഈ തരത്തിൽ സംഭവിക്കുകയാണ്. ഇന്ന് കൃത്യമായി മന്ത്രിസഭയിലെ പ്രധാനിയായ ഗണേഷ് കുമാർ അത് തിരുത്തുകയും ചെയ്യുന്നു. CPI പ്രധാന ഘടകകക്ഷി CPI അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ പലപ്പോഴും ഇതിൽ നിന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വഴുതി മാറുന്ന പശ്ചാത്തലമാണ്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇങ്ങനെ കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും കാലാന്തരത്തിൽ മാറ്റമുണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദ്യം. അല്ല, അത് സാന്ദർഭികമായി ഉണ്ടായ വിഷയത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭക്തരുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഇന്നതേ ചെയ്യാവോ, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടില്ല. ദുർവ്യാഖ്യാനങ്ങൾ പലരും ദോഷീയ ദൃക്കുകൾ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ BJPക്കാരോ അങ്ങനെയുള്ള ഇതര, അതായത് മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും താറടിച്ച് കാണണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് അതിനെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി ബഹുമാനായ ഞങ്ങളുടെ മന്ത്രിസഭാ അംഗമായ KB ഗണേഷ് കുമാർ എന്നൊരു കാര്യം പറഞ്ഞു, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് മുഖ്യമന്ത്രിയെ തിരുത്തി എന്നൊന്നും പറയരുത്. അതിനുവേണ്ടി ഒന്നുമുള്ള സാഹചര്യവും ഭൗതിക സാഹചര്യവും അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യവും ഒന്നും ഈ പറയുന്ന KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ അദ്ദേഹത്തിനും ഇല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ ഒരു വശമാണ് സംസാരിച്ചത്. ഒരു അമ്പലമാകുമ്പോൾ, ഒരു ആരാധനാലയമാകുമ്പോൾ തന്ത്രിയുണ്ട്, പൂജാരിമാരുണ്ട്, അവരുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരി. അത് ഗണേഷ് കുമാർ പറഞ്ഞാണ്, മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ല, ഗണേഷ് കുമാർ പറഞ്ഞാണ്. അതെ, ഞാൻ ചോദിച്ചു അത് തന്നെയാണ്. ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ തിരുത്തി എന്നുള്ള വാചകം ഒരു കാരണവശാലും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നല്ലോ, അമ്പലവുമായി ബന്ധപ്പെട്ടവർ വിശ്വാസ സമൂഹം തീരുമാനിക്കട്ടെ, അത്തരം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ന് പറയാമായിരുന്നല്ലോ. അദ്ദേഹം അങ്ങനല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും നവോത്ഥാന നേതാക്കന്മാരും ഇന്ത്യ മഹാരാജ്യത്തിലും കേരളത്തിലുമുള്ള ഇത്തരത്തിൽ പൊതുമേഖലയിൽ, പൊതുസ്ഥലത്ത്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രവർത്തന ഫലം കൊണ്ട് തന്നെയാണ് ഈ കേരളം അല്ലെങ്കിൽ ഈ ഇന്ത്യ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. പഴയ കാലഘട്ടങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്ത സനാതന ധർമ്മം ഉൾപ്പെടെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ഇത് ഒരാളിന്റെ ഫലമായിട്ടാണോ, അതോ ഒരു സമുദായത്തിന്റെ ഫലമായിട്ടാണോ? പഴയ കാലഘട്ടങ്ങളിൽ അധസ്ഥിതരായ ജനങ്ങൾക്ക് അമ്പലങ്ങളിൽ കയറാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. ഇതേപോലെ പലരും
പറഞ്ഞതിന്റെ പേരിലാണ് ഇത്തരത്തിൽ അവർക്കൊക്കെയും എന്താണ് സ്വൈരമായ അമ്പലങ്ങളിൽ കയറാൻ പോലും പറ്റുന്നത്. അപ്പോൾ ഒരു മാറ്റം എന്ന നിലയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഇങ്ങനെ ആകാവൂ എന്ന അഭിപ്രായവുമില്ല. ഒരു സാന്ദർഭികമായ ഒരു വന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്വാമിജിയുമായിട്ട് സമരസപ്പെടുകയാണ് ഉണ്ടായത്. ശരി.